ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ രാവിലെ പങ്കുവെക്കാനുള്ളത്. ഈ അടിമാലി മണ്ണിടിച്ചിലിൽ ബിജുവിന്റെ വിയോഗം, ആ ഒരു വിയോഗത്തിൽ നിന്നും കരകയറുന്നതിനിടയിലാണ് ഇപ്പോൾ സന്ധ്യ അതുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയിൽ, ഗുരുതരമായ ഒരു പരിക്കേറ്റ ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ തിങ്കളാഴ്ച ആ ശസ്ത്രക്രിയ വിജയിച്ചില്ല. ഇടത് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 26-നായിരുന്നു അപകടം സംഭവിച്ചത്. അതിനുശേഷം രാവിലെ പുലർച്ചെ ഏതാണ്ട് 5:15 തന്നെ സന്ധ്യയെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏതാണ്ട് 8 മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പക്ഷേ ഈ ഇടതുകാലിലെ രക്തയോട്ടം അത് പൂർവ്വസ്ഥിതിയാക്കില്ലെങ്കിലും അത് വിജയിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലതുകാലിലും ഇടതുകാലിലും ചതഞ്ഞാർന്ന നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിയത്. പക്ഷേ വലതുകാലിലെ രക്തയോട്ടം അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടതുകാലിലെ പരിക്ക് ഗുരുതരമാണെന്ന് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി. ഓർത്തോ, പ്ലാസ്റ്റിക് സർജറി, ജനറൽ സർജറി, അനസ്തേഷ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ശസ്ത്രക്രിയ നടത്തിയത്. 8 മണിക്കൂർ ശസ്ത്രക്രിയ നടത്തി പിന്നീട് 72 മണിക്കൂർ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഈ ഇടതുകാലിലെ രക്തയോട്ടം അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കാത്തതാണ് ഇത്തരമൊരു ഈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നത്. എന്തായാലും ഈ കാല് മുറിച്ചു മാറ്റാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഡോക്ടേഴ്സ് നേരത്തെ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് വിജയം കണ്ടില്ല. ഇപ്പോൾ ഈ തിങ്കളാഴ്ചയാണ് ഈ ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നത്. നിലവിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ് സന്ധ്യയുള്ളത്. എന്തായാലും ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇങ്ങനെ വലതുകാൽ മുറിച്ചു മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും സന്ധ്യ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.